ഹലോ ഗായ്സ്, അപ്പൊ ഇൻട്രോയില് തന്നെ നമ്മുടെ പൊണ്ണു ഭാബി ബാഗൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാട്ടോ. അപ്പൊ നിങ്ങൾ എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ലിപ്സ്റ്റിക് കളക്ഷൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാട്ടണോന്നുള്ളത് നമ്മൾ ചോദിച്ചപ്പോ കുറെ പേര് കാണണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു. പൊണ്ണു ഭാബി ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണാൻ. എന്നാലല്ലേ അവന് ഓരോന്ന് തുറന്നിട്ട് അടിച്ചു മാറ്റാൻ പറ്റുള്ളതേ. അമ്മയുടെ ഇതെടുത്തോ. അപ്പൊ ഇതാട്ടോ, ഇവൻ ഏതാണ് ഇതാക്കാൻ എനിക്കറിയില്ല. എന്നാലും സ്റ്റിൽ നമുക്ക് അവന് എന്തെങ്കിലും നിങ്ങളെല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്നാട്ടോ പൊണ്ണു ഭാബി പറഞ്ഞേ. നിക്കടോ ദേ പൊണ്ണു തീർത്തോ. അപ്പൊ ദേ പൊണ്ണു ഭാബിക്ക് നമ്മള് ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അവനെ സെറ്റാക്കി ഇരുത്തേക്കാണ്. അപ്പൊ ഞാൻ വേഗം തന്നെ ഒട്ടും വൈകാണ്ട് കാട്ടിത്തരാട്ടോ. സെറ്റ് ചെയ്ത് വെക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ പൊണ്ണു ഭാബി ഉള്ളപ്പോ നന്നായി സെറ്റ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞാലോ വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തൊന്നും വെച്ചില്ല കേട്ടോ. അവന് ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കും ലിപ് ബാം അഡിക്റ്റ് ആണ്, അതുപോലെ തന്നെ അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ഇതിലാക്കിയിട്ട് കാട്ടിത്തരാം കേട്ടോ. എന്താ വേണ്ടേന് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും അവന് വേണമായിരിക്കും. ഈ പെൻസിലിന് എടുത്തോ. അപ്പൊ ദേ ലിപ്സ്റ്റിക് കളക്ഷൻ കാട്ടിത്തരാം. കുറേ ഒന്നും കാണാത്ത പോലെ തോന്നുന്നു നോക്കെ. ഇതെടുത്തോ നീ, ഇതൊക്കെ നിനക്കാ. അപ്പോൾ ഞാനെല്ലാതും ആദ്യം പുറത്തെടുത്തിട്ട് ഞാനെല്ലാം ഒരു പൗച്ചിലാക്കി വയ്ക്കും. നിങ്ങൾ വിചാരിക്കും എന്ത് മെസ്സി ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്, എന്നിട്ട് കണ്ടന്റ് ക്രിയേറ്ററാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ അറിയുമെന്ന് അറിയില്ല. ഭയങ്കര നമുക്കൊന്നും എനിക്ക് ഒതുക്കി വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവരതൊക്കെ എടുത്ത് വലിച്ചെറിയും. അപ്പം ഞാൻ ഒതുക്കി വെക്കണ കാണുമ്പോൾ ചിലപ്പോൾ അവനതെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയും. അതാണ് ഞാനിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ലിപ്സ്റ്റിക് കളക്ഷൻ. അപ്പൊ ഓരോ ഷെയ്ഡുകളും ഇട്ട് തരണോ? പറ്റാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഇപ്പൊ ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ഞാൻ ലിപ് ബാം ഇങ്ങനത്തെ ടിൻറ്റഡ് യൂസ് ചെയ്യണോണ്ട് ഞാനിങ്ങനെ ചോദിച്ച ലിപ്സ്റ്റിക് ഇട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ലിപ്സ്റ്റിക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ കാട്ടിത്തരാം ഓരോ ലിപ്സ്റ്റിക്സും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ലിപ് ബാം കേട്ടോ. എനിക്ക് അവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ് ലെബല്ലോ, നല്ല ലിപ് ബാം കേട്ടോ. ലിപ് ബാം ഇല്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല. പിന്നെ ആദ്യം ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് കാണിച്ചിട്ട് അയ്യോ ഒരു മിനിറ്റ് പോരാവേ. അപ്പോൾ പൊണ്ണു ഭാബി എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് അടിച്ചു മാറ്റിയിട്ട് നല്ല അഫോർഡബിൾ ആയിട്ട് റേഞ്ചിൽ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ഈ ലിപ്സ്റ്റിക്. നിനക്കത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആട്ടോ. അത് നല്ലതാണ്. ഇതിൻ്റെ ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് തരാം കേട്ടോ നിങ്ങൾക്ക് പ്രൊഡക്ട്സ്. പിന്നെ ഉള്ളത് അഫോർഡബിൾ ആയിട്ടുള്ളതല്ലേ ഞാൻ ആദ്യം കാട്ടിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ മേടിച്ചതാട്ടോ. പക്ഷേ ആ ഷെയ്ഡ് നല്ല ഷെയ്ഡാടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഷെയ്ഡ്. ഇതിപ്പോൾ വേറൊരു ഷെയ്ഡാണ്. അപ്പം ഞാൻ ചുണ്ടുമ്പത്ത് തുടച്ചു കിട്ടോ. എന്നിട്ട് ഞാൻ ആ കാട്ടിത്തരാം. ഇത് സ്റ്റുഡിയോ നിന്ന് മേടിച്ചിട്ടുള്ള സ്റ്റുഡിയോ എന്നാട്ടോ ഞാൻ പറയാം. അതിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ആട്ടോ. അത് നിനക്ക് എന്തിനാ ലിപ്സ്റ്റിക് കൊണ്ടു? ബ്രൗൺ കളറുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതും നല്ലതാട്ടോ സ്റ്റുഡിയോയുടെ. പിന്നെ എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊരു നല്ല ഷെയ്ഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ അടുത്തത് ഇതാണ് എന്തിനാ. പിന്നെ അഫോർഡബിൾ റേഞ്ചിലുള്ളത് ഞാൻ അതാട്ടോ കാട്ടി തന്നെ. പിന്നെ ഉള്ളത് അഫോർഡബിൾ അല്ല, മീൻസ് അഫോർഡബിൾ ആണ് എന്നാലും ഭയങ്കര എക്സ്പെൻസീവ് അല്ല. ഒരു 500 400 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം യൂട്യൂബേഴ്സ് ആണെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഭയങ്കര ഒരു ഫാനാട്ടോ. അപ്പോൾ ഇതേ ഷുഗർ ലിപ്സ്റ്റിക്ക് ഇപ്പം ഞാൻ മേടിക്കാറില്ല. ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി. എനിക്ക് പിന്നെ നേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇതാട്ടോ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക്. നല്ലൊരു ഡാർക്ക് കളർ ഷെയ്ഡാട്ടോ. ഇതുപോലെ ഭയങ്കര ഡാർക്ക് കളറ് കുറച്ചിട്ടാൽ മതി കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് അതിൻ്റെ തന്നെ കണ്ടോ, ഒരു ലൈറ്റർ ഷെയ്ഡുള്ള അമ്മാമ്മയാ അതിൻ്റെ ഒരു ഷെയ്ഡാട്ടോ അത്. പിന്നെ ഇവന് വെറില് പിടിക്കാട്ടോ ഓരോ ലിപ്സ്റ്റിക്. അപ്പം അതാട്ടോ ആ ഷെയ്ഡ് ഷുഗറിൻ്റെ. പിന്നെ ഉള്ളത് മെബിലിൻ്റെ ഒരു സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. എപ്പോഴും ഞാൻ പിങ്കും റെഡും എപ്പോഴും ഭയങ്കരമായിട്ട് ഇടുമ്പോൾ
വെറൈറ്റിക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ളൊരു ഇത് മേടിച്ചതാട്ടോ. ഇത് നല്ലതാണ്, നമ്മുടെ മെബിലിൻ്റെ കേട്ടോ, സെൻസേഷണൽ ലിപ്സ്റ്റിക്കാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഇതും മെബിലിൻ്റെ തന്നെ ഒരു ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നല്ലതാട്ടോ. ഇതിൻ്റെ ഇലക്കൂടെ ഇട്ടാൽ നിങ്ങൾക്ക് തിരിഞ്ഞ് ന്യൂഡായിട്ട് കാണാം, കണ്ടില്ലേ? ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആട്ടോ. അടിയിൽ വേറെ കളർ, മേലെ വേറെ കളർ ആട്ടോ. ഇതും നല്ല ഒരു ഷെയ്ഡാട്ടോ ഇത്. പിന്നെ അടുത്തത് വരണത് ഏതാ, നൈക്കയുടെ ആണ് 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സും പിന്നെ ഒരു ലിപ്പ് ഓയിലാണ്. ഇതേതാ, ഇത് റെവലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും. അമ്മയാണെങ്കിൽ ഫുള്ള് ലാക്മേയുടെ ഇതാട്ടോ യൂസ് ചെയ്യാറ്, ഞാൻ ഇതാണ് യൂസ് ആക്കാറ്. പിന്നെ ഇത് നൈക്കയുടെ ഭയങ്കര ന്യൂഡ് ഷെയ്ഡാട്ടോ. ഇതൊക്കെ ലിപ്പ് ലൈനർ ഇടാണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല, കണ്ടില്ലേ? പക്ക ന്യൂഡ് വേണവർക്ക് ഇടണം. എനിക്ക് ഭയങ്കര വാഷ് ഔട്ടാണ് കേട്ടോ ഈ കളറ്. പിന്നെ ഇതൊരു നല്ല വേറൊരു നൈക്കയുടെ തന്നെ ഒരു ചായ ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ, കണ്ടില്ലേ? ഇതൊരു നല്ലൊരു ന്യൂഡാണ്, ഭയങ്കര ന്യൂഡല്ല എന്നാലും നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഒക്കെ ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. എന്താടാ പൊട്ടെടുത്തതിനാണ്. പിന്നെ ഇത് റെവലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ, ഒരു പിങ്ക് കളറ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ട ഡാബ് ഇത് കൊടുത്ത നല്ലൊരു ഷെയ്ഡാട്ടോ. ഓവറായിട്ടിട്ട ഭയങ്കര പിങ്കിഷ് പോലെയോ, പക്ഷെ ഇതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ലതാണ്. പിന്നെ അടുത്തത് വരണത് എന്താണ്, നമ്മുടെ ലിപ്പ് ഓയിൽ. ഞാൻ അവിടെ നിന്ന് ദുബായിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇത് വേറെ ലിപ്പ് ഓയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരെണ്ണം ട്രെൻഡിങ് ആയിട്ട് കണ്ടപ്പോൾ ഞാൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചതാട്ടോ അവിടുന്ന്. കണ്ടോ, നല്ല ഗ്ലേസിങ് ഉള്ള ലിപ്പ് ഓയിൽ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത്ര ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ. വേറെ കുറേയൊക്കെ ഞാൻ ഇഷ്ടമില്ലാത്ത ഷെയ്ഡ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, ഞാൻ പിന്നെ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ. അപ്പോൾ ഓരോന്നും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാട്ടിത്തരാം. നിങ്ങൾ ഇഷ്ടമുള്ള ഷെയ്ഡ് ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കോട്ടോ. അപ്പോൾ ഓരോന്ന് ഞാൻ വേണമെങ്കിൽ കൈമ ജസ്റ്റ് ഒന്ന് വരച്ച് കാട്ടിത്തരാം നിങ്ങൾക്ക്, ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ള അത് ഞാൻ കാട്ടിത്തരാം. സ്വിസ് ബ്യൂട്ടിയുടെ ആട്ടോ ഇത്. ദേ ഈ ഒരു കളറാട്ടോ, നല്ലൊരു ന്യൂഡ് കളറ്. ന്യൂഡല്ല, ഒരു പിങ്ക്, നമുക്ക് അധികം മേക്കപ്പ് ഇട്ടില്ല എന്നുള്ള ലുക്ക് വരാനുള്ളൊരു പിങ്ക് കളർ കേട്ടോ. പിന്നെ അത് സ്വിസ് ബ്യൂട്ടിയുടെ, ഇത് ഷുഗറിൻ്റെ കേട്ടോ. ഷുഗറിൻ്റെ ഇത്തിരി കൂടിയും നല്ല ഡാർക്കായിട്ടുള്ളത്, നല്ല ഹോട്ട് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി, ഇപ്പോൾ പാർട്ടി വെയറൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇത് നല്ലൊരു കളറാട്ടോ. പിന്നെ അടുത്തത് അതിനും ഒരു ലൈറ്റ് കളർ ഷെയ്ഡാട്ടോ. ഇതും ഷുഗറിൻ്റെ ആട്ടോ. പിന്നെ അടുത്തത് ഏതാ, ഇത് നൈക്കയുടെ 2 കാട്ടിത്തരാം. ഇത് നൈക്കയുടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ന്യൂഡാന്ന്, കണ്ടോ? ഇതിനെക്കാട്ടും നല്ല ലൈറ്റർ കളറാട്ടോ, ന്യൂഡ് കളർ ഷെയ്ഡ് അത്. പിന്നെ ഇതും നൈക്കയുടെ ചായ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. എല്ലാം ഡാർക്ക് സ്കിൻ ടോണിൽ മിക്ക ഞാൻ ഇടുന്നത് ഡാർക്ക് സ്കിൻ ടോണിനും മീഡിയം സ്കിൻ ടോണിനൊക്കെ അടിപൊളി ലൈറ്റർ ഷെയ്ഡിൽ. ഈ ചായയുടെ ഞാനിപ്പോൾ കാട്ടിയതും പിന്നെ ഈ ഫസ്റ്റത്തെ ഇതൊക്കെ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ലെങ്കിൽ ഇത്തിരി കൂടി എന്താ പറയുക ഡസ്കി സ്കിൻ ടോണൊക്കെ മാച്ച് ആട്ടോ. ഇത് കണ്ടോ, ഇതൊരു വേറൊരു ന്യൂഡ് കളർ ആട്ടോ, നമ്മുടെ മെബിലിൻ്റെ ആണത്. പിന്നെ സ്റ്റുഡിയോയുടെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ബ്രൗൺ കളറ് കാണാൻ പറ്റുന്നുണ്ടോ, ബ്രൗൺ ഷെയ്ഡ് ഇട്ടോ നല്ലതാണ്. കുറേ നോക്കിയിട്ട് അവിടെ നിർത്തിക്കാണെങ്കിൽ എനിക്ക് ബ്രൗൺ സ്യൂട്ട് ആവുമെന്ന് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഹാക്കൊക്കെ ചെയ്യാൻ ഞാൻ അതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ഇതൊരു റെവലോണിൻ്റെ ഒരു പിങ്കി നല്ലൊരു റാണി പിങ്ക് കളറായിട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കാട്ടി തന്നില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.